ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. പിസ്ത ഫ്ലേവറിലാണ് ഞാനിപ്പോൾ ഇതിവിടെ ചെയ്യുന്നത്. ഒരുപാട് പേരൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പി തന്നെ ആയിരിക്കും. പിസ്ത ഫ്ലേവറിൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മിൽക്ക് കേക്കിന്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മിൽക്ക് കേക്കിന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പിസ്ത ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ പിസ്ത നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നേരം നമ്മളിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഈ മൈദയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്നത് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത പിസ്തയും മൈദയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിതുപോലെ 3 തവണ അരിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ കിട്ടുള്ളൂ. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ പിസ്തയുടെ പൊടി ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണ്ട, അത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിതുപോലെ 3 തവണ അരിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിവിടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, കുറച്ചൊരു കുറവാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കുറവാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ കിട്ടുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്യരുത്, ചെറിയ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. പാൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 2 ഡ്രോപ്സ് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേ എടുത്തിട്ട് ഇതുപോലൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ഇതുപോലൊന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ബേക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മിൽക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. ഈ മിൽക്കിൻ്റെ മിക്സാണ് ഇതിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ആദ്യം ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിലും കുറച്ചൊരു കുറവ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് എടുത്തിട്ടില്ല, 1/2 കപ്പിനേക്കാളും കുറച്ചൊരു കുറവാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഈ കേക്കിലേക്ക് വേണ്ട ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. ഈ വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മുട്ട വെച്ചിട്ടാണ് ഈ വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് കേക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നല്ലോണം ഒന്ന് കുതിർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. എല്ലായിടത്തും ഇതുപോലൊന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നിന്ന് എത്തുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൻ്റെ മിക്സ് കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെക്കണം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഈ പാലിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് കുതിർന്നിരിക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മേലെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ പിസ്ത ചെറുതായിട്ടൊന്ന് പൊടിച്ചത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സ് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്